ഹലോ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി 2023 റിലീസായ ദ സ്നോമൺ എന്ന ചൈനീസ് ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ പറയുന്നത് തന്നെ ബോക്യു എന്ന കുറുക്കനായ രാക്ഷസൻ സിയാവോ എന്ന രാജകുമാരിയുമായി പ്രണയത്തിലാവുന്നതാണ്. അപ്പോൾ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് പോയാലോ. സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഫോക്സ് ഡീമനായ ബോക്യു എന്ന നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ടാണ്. ഒരു ഫോക്സ് ഡീമനായ ഇവന് മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം പവർ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതേ സമയം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നായികയായ സിയാവോയെയാണ്. അവൾ ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടി ഈ ലോകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ട്, അതിലെ ഏറ്റവും ശക്തിയുള്ള ഒരാളാണ് ഫോക്സ് ഡീമൻ എന്നവരോട് പറയുന്നുണ്ട്. അവൾ പറയുന്നത് കേട്ട് ഫോക്സ് ഡീമനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് അതിലൊരാൾ ചോദിക്കുന്നുണ്ട്. അവളൊരു ഡീമൺ ഹണ്ടർ ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെയായി ഇവൾ വിളിച്ചു പറയുന്നത് എന്ന കണക്കിന് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലോ വിന്ററിന്റെ ആരംഭമായതിനാൽ തന്നെ സ്നോ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട് ആസ്വദിച്ചു നിൽക്കുന്ന സിയാവോയുടെ അടുത്തേക്ക് അവൾ ഡീമനെ പിടിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്. അതിനാൽ തന്നെ ഫോക്സ് ഡീമനെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ഒരാൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവർ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്നറിയുന്ന സിയാവോ അവൾക്ക് ഡീമനെ പിടിക്കുവാനൊന്നും കഴിയില്ല, താൻ വെറും ഒരു സ്റ്റോറി ടെല്ലർ ആണെന്ന് അവരോട് പറയുന്നുണ്ട്. അവൾ എന്തു തന്നെ പറഞ്ഞിട്ടും അവളെ അവിടെ നിന്ന് വിട്ടയക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ആ ഒരു ഫോക്സ് ഡീമന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് അവൾ ഇപ്പോഴുള്ളത്. ഈ വിവരം അറിഞ്ഞ് അവിടെ പേടിച്ചു നിൽക്കുന്ന സിയാവോ അവിടെയുള്ള മെയ്ഡ്സ് പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഫോക്സ് ഡീമന് അവളെ കൊല്ലുവാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഇത് കേൾക്കുന്ന സിയാവോക്കാണെങ്കിലോ പിന്നെ അവിടെ ഒട്ടും തന്നെ നിൽക്കുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്ത് അവരുടെ ആളുകൾ നിൽക്കുന്നത് കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാലേ മതിയാവൂ എന്നതിനാൽ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ച് അവൾ അവരുടെ മുന്നിലൂടെയായി ഓടുന്നുണ്ട്. അവളെ അവർ നോക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാതെ അവരുടെ അടുത്ത് തന്നെ പോയി എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അവരോട് തന്നെ പോയി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവർ അവളെ അവിടെ ഇട്ട് ആകെ ഓടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ബോക്യുവിനെയാണ്. അവന്റെ കയ്യിലായിട്ട് തന്നെ ഒരു പെയിന്റിങ് നമുക്ക് കാണാം. അവിടെ നിൽക്കുന്നവരോട് ആ പെയിന്റിങ്ങിലെ സ്ത്രീയെ അവർ കണ്ടുപിടിച്ചോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അവര് ഒന്നും തന്നെ പറയാതെ പേടിച്ചു നിൽക്കുമ്പോൾ അവന് ദേഷ്യം വന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നതും അങ്ങോട്ട് ഒരാൾ വന്ന് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്. അവൻ നമ്മുടെ സിയാവോയെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ബോക്യു ഒന്ന് ശാന്തനാവുന്നുണ്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞതിനാൽ തന്നെ സിയാവോയെ 2 മെയ്ഡ്സ് കൂടി വൃത്തിയാക്കുന്നുണ്ട്. ആ ഒരു മെയ്ഡ്സ് പേടിച്ച് ഓരോന്ന് പറയുന്നത് കേട്ട അവൾ ഫോക്സ് ഡീമൻ മനുഷ്യരെ കഴിക്കുമോ എന്നവരോട് പേടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ലെന്ന് അവർ പറയുമ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നാണ് അവൾ കരുതുന്നത്. അങ്ങനെ അവിടെയുള്ള സൈനികർക്കൊപ്പം ബോക്യുവിനെ കാണുവാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം അവൾ ഒഴികെ മറ്റുള്ളവരെല്ലാം പേടിച്ചുകൊണ്ട് വിറക്കുകയാണ്. ഈ സമയം അവൻ വരുമ്പോൾ തന്നെ അവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അതിൽ ശ്രദ്ധിച്ച സിയാവോ പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖം പോലും കാണുവാൻ നിൽക്കാതെ പേടിച്ചുകൊണ്ട് തറയിലിരുന്ന് ഞാൻ നിങ്ങൾക്ക് പറ്റിയ ആളൊന്നുമല്ലെന്ന് അവൾ പറയുന്നുണ്ട്. അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന സിയാവോയെ എടുത്തു നടക്കുന്ന ഒരു ശാന്തനായ ബോക്യുവിനെ അവൻ്റെ തന്നെ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് കണക്കിന് അവൻ ഓർക്കുന്നുണ്ട്. അവൾ അവനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ബോക്യു അവളെ അവൻ കഴിക്കുമെന്ന കണക്കിന് പറഞ്ഞ് ഒന്നും കൂടെ പേടിപ്പിക്കുന്നുണ്ട്. ഇത്രയും നേരം അവനെ നോക്കുവാൻ പേടിച്ചിരുന്ന സിയാവോ അവൻ പറയുമ്പോൾ കണ്ണു തുറക്കുമ്പോഴാണ് ഓർക്കുന്നത് ഇന്നലെ അവിടെയുള്ള ആളുകളെല്ലാം അവളെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ അവൾ നേരെ കയറി ചെല്ലുന്നത് ബോക്യു കുളിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ്. അത് ഓർക്കുന്നതും അവൾക്കൊന്നും കൂടെ പേടിയാവുന്നുണ്ട്. നാളെ അവളെ വീറ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനാൽ തന്നെ ഫ്രഷ് ആയിട്ട് വേണം വരാൻ എന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിയുവാൻ നോക്കുമ്പോൾ അവൻ അവൻ്റെ രക്തത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ കാണിച്ച് പേടിപ്പിക്കുന്നതിനാൽ തന്നെ തീർച്ചയായും അവനെ കാണുവാൻ വേണ്ടി അവൾ വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നിനക്ക് ഇനി എവിടെയും തന്നെ പോകുവാൻ സാധിക്കില്ലെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത്
പേപ്പർ ശരീരത്തിൽ ഒട്ടിച്ചാൽ അവളെ ആർക്കും തന്നെ കാണാൻ കഴിയില്ലെന്നാണല്ലോ സിയാവോ കരുതിയിരിക്കുന്നത്. അവൾ അത് അങ്ങനെ ഒട്ടിച്ചു നിൽക്കെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന പയ്യൻ വന്ന് വിളിക്കുന്നുണ്ട്. ബോക്യുവിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക തരം മുടിയുണ്ട്, അത് ലഭിച്ചാൽ അവനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് സിയാവോയോട് അവൻ പറയുന്നുണ്ട്. അവൾക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് കൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുകയാണ്. ബോക്യുവിന്റെ അടുത്തോട്ട് ഇന്ന് പോവേണ്ടത് കൊണ്ട് തന്നെ അവൻ ഇഷ്ടമില്ലാത്ത എല്ലാം ചെയ്തു വെച്ച് അവസാനം അവിടെ ഇരിക്കുന്ന വൈനും കുടിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ബോക്യു വരുമ്പോൾ കാണുന്നത് ആകെ ഫിറ്റായി അവന്റെ ബെഡിൽ കിടക്കുന്ന സിയാവോയെയാണ്. നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടോ ഈ ബെഡ് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറയുമോ എന്ന് ഭയന്ന് അതെ, വളരെ കംഫർട്ടബിൾ ആണ് ഇതിൽ കിടക്കാൻ എന്ന് അവൾ പറയുമ്പോൾ നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി അവൻ പോകുന്നുണ്ട്. ഇതിൽ ഭയന്ന ആൻ എവിടെയോ കേട്ട് പരിചയമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് ബോക്യുവിന്റെ ശരീരത്തിലെ ഡീമനെ കളയുവാൻ നോക്കുന്നുണ്ട്. അവൾ അങ്ങനെ ചെയ്യുക എന്നല്ലാതെ ബോക്യുവിന് യാതൊരു മാറ്റവുമില്ല. കാര്യമില്ലെന്ന് കാണുമ്പോൾ അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഗാർലിക് എടുത്ത് അവളുടെ കഴുത്തിലിടുന്നുണ്ട്. അവൻ അതൊന്നും തന്നെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ കണക്കിന് വരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ലേ ആ ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ നമുക്ക് ജിൻ എന്ന് വിളിക്കാം. ബോക്യുവിന് വളരെ വിശ്വാസമാണ് ജിന്നിനെ. ജിന്നാണെങ്കിലോ ബോക്യുവിനെ തളക്കുവാൻ വേണ്ടിയല്ലേ നോക്കുന്നേ. അടുത്തതായി നമ്മൾ കാണുന്നത് എന്തൊക്കെ ചെയ്തിട്ടും സിയാവോയെ ബോക്യു വെറുതെ വിടുന്നില്ല. അതിനാൽ തന്നെ അവൻക്ക് പണി കൊടുക്കുവാൻ വേണ്ടി പോയ അവൾക്ക് ബോക്യു തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവൻ ഒന്ന് ഫ്രഷ് ആവണമെന്നും അവളോട് പറയുന്നുണ്ട്. ആദ്യം അവൾ അതിന് മടിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു ഹെയർ അവൾക്ക് ആവശ്യമുള്ളതിനാൽ തന്നെ അവൾ കൂടെ പോകുന്നുണ്ട്. ഇതേ സമയം സ്നോ പെയ്യുന്നത് കണ്ട സിയാവോ അത് ആസ്വദിച്ചിരിക്കുന്നത് കാണുന്ന ബോക്യു അവൾ അവനുമായി ഒന്നിച്ച് ഒരു സ്നോ വീഴുന്ന ടൈമിൽ നിൽക്കുന്നത് ഓർക്കുന്നുണ്ട്. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കുന്ന കാണുന്ന ആൻ അവനോട് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ബോക്യു സിയാവോയെ അവന്റെ ബെഡിൽ പിടിച്ചു കിടത്തുന്നതാണ്. അവൻ എങ്ങാനും തൻ്റെ അടുത്തേക്ക് ക്ലോസ് ആവാൻ വന്നാലോ എന്ന് പേടിക്കുന്ന സിയാവോ അവളുടെ പെറ്റിനെ എടുത്ത് അവർക്കിടയിലായി വെക്കുന്നുണ്ട്. എത്ര വലിയ ഡീമൻ ആണെന്ന് പറഞ്ഞാലും അതിനെ കണ്ട് ബോക്യു ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങിയെന്ന് കാണുന്ന സിയാവോ അവന്റെ ഹെയറിനു വേണ്ടി തിരയുന്നുണ്ട്. അതിനിടയിലായി അവൻ അവളുടെ കയ്യിൽ കയറി കിടന്നിട്ടുണ്ടായിരുന്നു. രാത്രി അവൻ അവളുടെ കയ്യിൽ കയറി കിടന്നതിനാൽ തന്നെ ഒട്ടും ഉറക്കം കിട്ടാത്തതിന്റെ വിഷമത്തിൽ ചിണുങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ബോക്യു അവളുടെ അടുത്തേക്ക് പോകുന്നത്. അവളുടെ വിഷമം മാറ്റുവാൻ ഒത്തിരി ഫുഡ് തന്നെ അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ അതിനിടയിലായി ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഹെയർ അവൾക്ക് കിട്ടുന്നുണ്ട്. അത് കണ്ടതും ബോക്യുവിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ജിന്നിന്റെ അടുത്തോട്ട് പോയി അത് അവന് കൈമാറുന്നുണ്ട്. ബോക്യുവിന്റെ ഹെയർ വെച്ച് അവനെ ഇല്ലാണ്ടാക്കാമെന്നാണല്ലോ ജിൻ അവളോട് പറഞ്ഞിരുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് ബോക്യുവിന്റെ കൂടെ പുറത്തു നിൽക്കുന്ന സിയാവോയെയാണ്. അവൾ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന അവന്റെ അടുത്തേക്കായി ഇരിക്കുവാൻ അവളോട് പറയുന്നുണ്ട്. അവൾ അത്രക്കങ്ങ് കംഫർട്ടായി അല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബോക്യു അവന്റെ മാജിക് വെച്ച് അവരുടെ മേലിലോട്ടായി ഫ്ലവേഴ്സ് വീഴ്ത്തുന്നുണ്ട്. ഇത് കാണുന്ന സിയാവോ ഒന്ന് ഹാപ്പി ആവുന്നുണ്ട്. എന്താണ് നീ ചിന്തിക്കുന്നത് എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ വിന്ററിനിടയിൽ ഫ്ലവേഴ്സ് വീഴുന്നത് കാണാൻ എന്തു ഭംഗിയല്ലേ എന്നവൾ പറയുന്നുണ്ട്. ഇതിനർത്ഥം നിനക്ക് നിന്റെ പാസ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയില്ലെന്നാണെന്ന് അവൻ പറയുമ്പോൾ അവൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന കണക്കിനാണ് സിയാവോ ഇരിക്കുന്നത്. അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബോക്യു അവന്റെ കയ്യിലുണ്ടായിരുന്ന കോട്ട് അവൾക്ക് ഇട്ടുകൊടുത്ത് അവളെ അവന്റെ അടുത്തേക്കാക്കി പിടിക്കുന്നുണ്ട്. ഈ സമയം അതിലൂടെ ഒരു സ്റ്റാർ പോകുന്ന കാണുന്ന സിയാവോ ജിൻ പറയുന്നത് ഓർക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ സ്റ്റാർ പോകുന്നത് കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ബോക്യുവിന്റെ അടുത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞതിനെ കുറിച്ച്. അതിനാൽ തന്നെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം ജിന്നാണെങ്കിൽ ബോക്യുവിനെ ബന്ധിപ്പിക്കുവാനുള്ള ചടങ്ങിലാണ്. പെട്ടെന്ന് കുറച്ച് വാർ വന്ന് അത് ബോക്യുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് തടുക്കുവാൻ കഴിയാതെ ബോക്യു അവിടെ താഴെ വീഴുന്നതായി നമുക്ക് കാണാം. ജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് എന്തോ കാരണത്താൽ തടസ്സപ്പെട്ട് അവിടെ അവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം നശിക്കുന്നതായി നമുക്ക് കാണാം. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയ സിയാവോ എന്തോ കാരണത്താൽ തിരിച്ചു വരുമ്പോൾ കാണുന്നത് തളർന്നു വീണു കിടക്കുന്ന ബോക്യുവിനെയാണ്. അവൾ അവനെ ചെന്ന് പിടിക്കുന്നതും അവന്റെ ഫേറ്റ് അവളിലേക്കായി മാറുന്നുണ്ട്. അവൾ അവിടെ കുഴഞ്ഞു വീഴുന്നതായി നമുക്ക് കാണാം. ഈ സമയം അവൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു വിഷ്വലില്ലേ, വളർന്നു കിടക്കുന്ന സിയാവോയെ എടുത്തുകൊണ്ട് നടക്കുന്ന ബോക്യു, അതുപോലെ തന്നെ അവളെ കയ്യിലെടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതിന്റെ അടുത്ത എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രാമയുമായി വീണ്ടും കാണാം.